നമസ്കാരം. ഞാൻ അഖിൽ ശാന്തി, ചാത്തനാട്ടുമഠം. എല്ലാവർക്കും ചില സംശയങ്ങളുണ്ട്. സംശയങ്ങൾ പല വിധത്തിലാണ്. എല്ലാ സംശയങ്ങളും നമുക്ക് തീർക്കുക എന്നുള്ളത് പ്രശ്നം തന്നെയാണ്. എന്നാലും എൻ്റെ അറിവിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത്, ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മരണം നടന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണം ആ മരണ ചടങ്ങുകൾ ആചരിക്കേണ്ട രീതി. ഓരോ ദേശത്തും ഓരോ ആചാരപ്രകാരമാണ് മരണാന്തര ചടങ്ങുകൾ നടക്കുന്നത്. അത് ദേശാചാരം എന്ന് പറയുന്നു. പൊതുവെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുളിപ്പിച്ച് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം കുടുംബാംഗങ്ങളെല്ലാവരും കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച്, ശുദ്ധവസ്ത്രം എന്ന് പറയുമ്പോൾ വെളുത്ത വസ്ത്രമാണ് കൂടുതൽ ധരിക്കേണ്ടത്. ഇന്ന് പല രീതിയിലാണെങ്കിലും വെളുത്ത വസ്ത്രത്തിന് മുൻതൂക്കം കൊടുക്കുക. വെളുത്ത വസ്ത്രം ധരിച്ച് സ്ത്രീകൾ ഉടുക്കുന്ന വസ്ത്രം ഏതായാലും അതിലൊരു തോർത്തോ വെള്ള നാടനോ ചുറ്റി അല്ലെങ്കിൽ അരയിൽ കെട്ടി ബലി കർമ്മം ചെയ്യാനായിട്ട് എല്ലാവരും ആചാര്യന്റെ നിർദ്ദേശപ്രകാരം അകത്തോ പിന്നീട് പുറത്തും കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ശേഷം പിന്നീട് പിറ്റേ ദിവസം നിത്യബലി ആരംഭിക്കുന്നു. നിത്യബലി 12 ദിവസമാണ്. 12 ദിവസത്തിനിടയിൽ സഞ്ചയനം, സബണ്ടീകർമ്മം, പുണ്യാഹം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാൽ ചിലയിടങ്ങളിൽ മരണശേഷം മരണാന്തര ചടങ്ങുകളും അതിനുശേഷം സഞ്ചയനവും തൈലസ്നാനവും സബണ്ടീകർമ്മം കൊണ്ടും ചുരുക്കാറുണ്ട്. അതിലും ചില ദേശങ്ങളിൽ സഞ്ചയനം കൊണ്ടും തീർക്കാറുണ്ട്. എന്തു തന്നെയായാലും സബണ്ടീകർമ്മം കൊണ്ട് മാത്രമേ ഒരു കർമ്മം പൂർത്തീകരിക്കാനാവുള്ളൂ. പ്രേതമായിരിക്കുന്ന ഭൗതിക ശരീരത്തെ പിതൃലോകത്തേക്ക് നയിപ്പിക്കുന്ന ക്രിയയാണ് സബണ്ടീകർമ്മം. അതുകൊണ്ട് മരണാന്തര കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങാണ് സബണ്ടി. സബണ്ടിക്ക് ശേഷം ഒരു മണ്ഡല കാലമാകുമ്പോൾ, മണ്ഡലം എന്ന് പറയുന്നത് 41 ദിവസമാകുമ്പോൾ, ഭൗതിക ശരീരം ദഹിപ്പിക്കുന്ന അന്ന് തൊട്ട് 41-ാം ദിവസമാകുമ്പോൾ 41 ദിനത്തിൽ അവിടെ ബലികർമ്മം ചെയ്യണം. അത് വീട്ടിലോ ക്ഷേത്രത്തിലോ ആകാം. അവരവരുടെ സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യാം, തെറ്റില്ല. എന്നിരുന്നാലും ആ ശ്രാർത്ഥം മുടക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 2, എല്ലാ മാസവും കർത്തവാവ് വരുമ്പോൾ ബലിയിടാനായിട്ട് ശ്രദ്ധിക്കുക. പെണ്ണുകർത്താവോ അതല്ല മക്കളോ, ചില കുടുംബത്തെ പെൺമക്കളാണെങ്കിൽ അവിടെ ഒരു വ്യക്തിയെ തീരുമാനിച്ച് അദ്ദേഹത്തിന് പെണ്ണുകർത്താവായി നയിപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന പതിവുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പെണ്ണുകർത്താവും ആ പെൺമക്കൾക്കും അന്ന് മറ്റു അശുദ്ധി കാര്യങ്ങളില്ലെങ്കിൽ അവർക്കും കൂടി ബലിയിടാം. അങ്ങനെ 12 മാസം മുടങ്ങാതെ ബലിയിടണം. 12 മാസം എന്ന് കണക്കാക്കുന്നത് നമ്മുടെ 365 ദിവസം മരിച്ച വ്യക്തിക്ക് 12 ദിവസമായാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത്. ദേവന് 1 ദിവസവും. ഈ മാസം കർത്തവാവ് വന്നാൽ അടുത്ത മാസം കർത്തവാവ് വരുമ്പോൾ നമുക്ക് 30 ദിവസമാകും. മരിച്ച വ്യക്തിക്ക് 1 ദിനവും. 1 ദിനം എന്ന് പറഞ്ഞാൽ 1 ദിവസം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 12 മാസം 365 ദിവസം മരിച്ച വ്യക്തിക്ക് 12 ദിവസമായി കണക്കാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിത്യബലി 12 ദിവസമായി കണക്കാക്കുന്നത്. 12 മാസമായ ശേഷം ആണ്ടുബലി നടത്തി ആ മരിച്ച പിതൃവിൻ്റെ ആത്മാവിൽ നിന്നിരിക്കുന്ന ദുരിതം വിഷ്ണു പാദത്തിലേക്ക് ലയിപ്പിക്കുക. അതിന് പിതൃശുദ്ധി എന്ന് പറയുന്നു. ആണ്ടുബലിക്ക് ശേഷം മാത്രമേ ഒരു പിതൃവിനെ ആവാഹിക്കാനോ ആ ദുരിതത്തെ ആവാഹിച്ച് വിഷ്ണുപാദത്തിൽ ലയിപ്പിക്കാനോ പാടുള്ളൂ. അതല്ലാണ്ട് ആവാഹിച്ചാൽ ചെയ്യുന്ന കർമ്മം പൂർണ്ണതയിൽ വരില്ല. പലവരും, പല ജ്യോത്സ്യന്മാരും പല പൂജാരിമാരും ഇന്ന് തൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് പിതൃദോഷമുണ്ട് എന്ന് പറഞ്ഞ് 16-നുള്ളിലും 1 കൊല്ലത്തിനുള്ളിലൊക്കെ പിതൃക്കളെ ആവാഹിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് തീർച്ചയായും തെറ്റാണ്. അങ്ങനെ ചെയ്താൽ കുടുംബാംഗങ്ങളിലെ പലവരും ദുരിത നിയോഗത്തിലേക്ക് മാറും.
പിതൃശുദ്ധി എന്ന് പറയുന്നത് ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ, തിലഹവനം, ദ്വാദശ പൂജ, അങ്ങനെ ചില പ്രധാന പൂജകൾ. ഇതിൽ ഇനിയും പൂജകളുണ്ട്, ഞാൻ ചുരുക്കി മാത്രമാണ് പറയുന്നത്. ചില കുടുംബത്തെ ദുരിതങ്ങൾക്കനുസരിച്ച് മറ്റു പൂജകളും ജ്യോത്സ്യന്മാര് അതിൽ ചേർക്കാറുണ്ട്. അപ്പോൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടിയാണ് ഈ കർമ്മം ചെയ്ത് ഈ പിതൃക്കളെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത്. ശേഷം ചിലയിടങ്ങളിൽ ഒരു ഭയമുണ്ട്. എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പിതൃക്കളെ ക്ഷേത്രത്തിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ പിതൃക്കൾ നമ്മുടെ അടുത്ത് വരില്ല, അല്ലെങ്കിൽ ആ പിതൃക്കളെ നമുക്ക് ഓർക്കാൻ പാടില്ല, ഫോട്ടോ വയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ പിതൃക്കളെ സ്മരിക്കാൻ പാടില്ല. തീർച്ചയായും തെറ്റാണ്. ഏതൊരുവനും ഗുണകരമായി കാര്യങ്ങൾ വരേണ്ടത് പിതൃക്കൾ അനുകൂല്യാവസ്ഥയിൽ വരുമ്പോഴാണ്. പിതൃക്കളെ സ്മരിക്കാണ്ട് ഒരു കാരണവശാലും ഒരു കാര്യങ്ങളും ചെയ്യരുത്. എപ്പോഴും നമുക്ക് വാഹനം തരുന്നതായാലും വീട് വാങ്ങുന്നതായാലും നമുക്ക് ഗുണകരമായി എന്ത് കാര്യവും പിതൃക്കൾ അനുകൂലാവസ്ഥയിൽ വന്നാൽ മാത്രമേ ഈശ്വരൻ പ്രസാദിക്കുകയുള്ളൂ. അപ്പോൾ പിതൃക്കളെ സ്മരിക്കാണ്ടിരിക്കുക എന്നുള്ളത് തെറ്റായിട്ട് തന്നെയുള്ള സമ്പ്രദായ രീതിയാണ്. അത് പണ്ട് ആരോ പറഞ്ഞ വിഡ്ഢിത്തം, ആചാരമായതാണ്. പിതൃശുദ്ധി ചെയ്യുമ്പോൾ ഓരോ ദേശത്തും ഓരോ ആചാരങ്ങൾ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ ഈ വീഡിയോയിൽ തുടക്കമേ ഞാൻ പറഞ്ഞു. ഇവിടെ എറണാകുളം ജില്ലയിലാണ് പിതൃശുദ്ധി ചെയ്യുന്നതെങ്കിൽ കൂടുതലും ചേലാമുറ്റം ക്ഷേത്രത്തിലാണ് കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ ജില്ലയിലും ഓരോ സ്ഥലങ്ങളിലും അതാത് ക്ഷേത്രങ്ങളുണ്ട്, അതിന് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് ഞാനൊരു വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. അത് അതിനു വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആക്കാം, അല്ലെങ്കിൽ വളരെ നീണ്ട വീഡിയോ ആയി പോകുന്നത്. ഒരു പിതൃശുദ്ധി ചെയ്താൽ ഏറ്റവും ഉത്തമമായി പിതൃക്കളെ സമർപ്പിക്കേണ്ട ക്ഷേത്രങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു വന്നിരുന്ന വിഷയം, പിതൃശുദ്ധി ചെയ്ത് സമർപ്പിച്ച ശേഷം പിന്നീട് വരുന്ന ബലികർമ്മങ്ങൾ ചെയ്താൽ അത് ദോഷമാണോ എന്നുള്ള ചിന്തപ്പാടുകളും നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് ഓരോരുത്തരുടെയും മനസ്സിന്റെ തൃപ്തിയും കൂടിയാണ്. പിതൃശുദ്ധി ചെയ്താൽ എന്തു തന്നെയായാലും കർക്കിടവാവ് ബലിയും ശിവരാത്രി ബലിയും നിർബന്ധമായും ചെയ്തിരിക്കണം. പലവരും അത് ചെയ്യാറില്ല. അത് തെറ്റായ സമ്പ്രദായ രീതിയാണ്. എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എൻ്റെ ഈ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണം. നന്ദി, നമസ്കാരം.